നമുക്കിന്ന് പനീർ കൊണ്ട് സൂപ്പർ ഒരു കറി ഉണ്ടാക്കിയാലോ. നമുക്ക് പനീറിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തിട്ട് വരാമേ. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ചെറിയ ജീരകം ഒന്ന് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഒരു 2-3 ഏലയ്ക്ക, 7-8 കശുവണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർക്കണേ, ഞാനത് വിട്ടുപോയി. പിന്നെ അതിലേക്ക് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കൊരു തക്കാളി കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് നന്നായി വഴണ്ടി കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് പനീറും ക്യാപ്സിക്കവും ക്യൂബായിട്ട് അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് ഒന്നുകൂടി ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരുന്ന മിക്സ് ഒന്ന് ചെറുതായി തണുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് മട്ടർ കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതിയേ, ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും പനീറും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് കൂടി നോക്കണേ. ഇനി കറി ചെറുതായി ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കുറച്ച് മേത്തിയില, ഉലുവയില ഉണങ്ങിയതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി കുറുകി. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാമേ. അപ്പോൾ ഈ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവും. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായാലും മതി, കുറച്ചു മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.